ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഐസ്ക്രീം പൗഡർ ഉപയോഗിച്ച് ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സുമീസ് ടേസ്റ്റി കിച്ചണിൽ 3-4 പേര് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഐസ്ക്രീം പൗഡർ ഉപയോഗിച്ച് ഐസ്ക്രീം ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് വീട്ടിൽ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. നമുക്ക് ആദ്യം ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കവർ പാല് ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ 500 മില്ലിയുടെ 1 കവർ പാലൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിലോട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഈ സമയം തന്നെ നമുക്ക് ഐസ്ക്രീം പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കവർ ഐസ്ക്രീം പൗഡറും ചേർക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് കാണൂ. അപ്പോൾ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചാണ് ഈ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം പൗഡറിലേക്ക് നമുക്ക് ഇതിൽ നിന്നും കുറച്ച് പാല് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് നിങ്ങൾ ഐസ്ക്രീം പൗഡർ ഇടരുത്. ഇതുപോലെ ബൗളിൽ ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിക്കാവൂ. എന്നാലേ ഇത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഇവിടേക്ക് ആയിട്ട് കട്ട കെട്ടി കിടക്കും. ഇനി നമുക്ക് ഈ കൂട്ടുകൂടി ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വച്ചിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് പ്രത്യേകിച്ച് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ ഓൾറെഡി നല്ല മധുരം ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചൂടാറിയതിന് ശേഷം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചൂടാറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാവൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ ഫാനിൻ്റെയൊക്കെ താഴെ വെച്ചിട്ട് ഒന്ന് ചൂടാറാൻ വെക്കുക. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. ഒരുപാടൊന്നും ഒഴിക്കേണ്ട, 3-4 തുള്ളി ഫ്യൂ ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കൂട്ടൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. 1 മിനിറ്റെങ്കിലും ഒന്ന് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശരിക്കും ഐസ്ക്രീം മേക്കർ ഇല്ലെങ്കിലും നമുക്ക് സ്മൂത്തായിട്ട് ഐസ്ക്രീം തയ്യാറാക്കി എടുക്കാം. കുറച്ചൊന്നും മെനക്കെട്ടാൽ നല്ല സ്മൂത്ത് ഐസ്ക്രീം നമുക്കും വീട്ടിലുണ്ടാക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഇത് നമുക്കിനി ഞാനിപ്പോൾ ഇത് ഒരു ടിന്നിലോട്ടാക്കിയിട്ടുണ്ട്. ഞാൻ പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടൊന്ന് കവർ ചെയ്യുകയാണ്. നമുക്ക് പ്ലാസ്റ്റിക് കണ്ടെയ്നറും ഉപയോഗിക്കാം കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല, പ്ലാസ്റ്റിക് കണ്ടെയ്നറിലും ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം. അത് നിങ്ങൾക്ക് സ്മൂത്ത് ഐസ്ക്രീം ആവാൻ വേണ്ടിയിട്ട് നിങ്ങളിത് ഫ്രീസറിൽ ഒരു 3 മണിക്കൂർ വെക്കുക. 3 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സിയുടെ ജാറിലോട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് വീണ്ടും ഇതുപോലെ ടിന്നിലാക്കി ഫ്രീസറിൽ വെക്കുക. ഇങ്ങനെ 2 പ്രാവശ്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഐസ്ക്രീം നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ 2 പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ട് ഓവർനൈറ്റ് സെറ്റ് ചെയ്തെടുത്ത ഐസ്ക്രീമാണ്. അപ്പോൾ 2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ മിക്സിയുടെ ജാറിലിട്ട് ഒരു 3 മണിക്കൂറിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് വെക്കുക. എന്നിട്ട് ഓവർനൈറ്റ് സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. നമ്മുടെ ഈ സമ്മറൊക്കെ ആയിട്ട് നമുക്ക് ഉച്ച സമയങ്ങൾ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐസ്ക്രീമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. ഐസ്ക്രീം പൗഡർ നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഞാൻ കുറച്ച് സ്പ്രിങ്കിൾസ് കൂടി ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഈ സ്പ്രിങ്കിൾസ് നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്പ്രിങ്കിൾസ് ഉണ്ടാക്കുന്ന വീഡിയോ കാണുക. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. കാണാത്ത കൂട്ടുകാർ കാണുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് അമർത്തി ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള കൂടുതൽ റെസിപ്പി വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ എൻ്റെ അടുത്ത് മറ്റൊരു കുട്ടി ചോദിച്ചിരുന്നു മുട്ടയുടെ വെള്ള ഉപയോഗിച്ചിട്ടുള്ള ഐസ്ക്രീം. അത് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ റെസിപ്പിയും ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.